ഇല്ല, ജോസ് കെ മാണിയോട് ഔദ്യോഗികമായിട്ട് ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. പിന്നെ ഇലക്ഷനാകുമ്പോൾ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ആ നിലക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല ഭാഗത്തുനിന്നൊക്കെ ഉയരുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ UDF-മായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. ഈ ജോസ് കെ മാണി UDF വരുന്നവരെ ചർച്ചകൾ നടത്തുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. അതിന് പിന്നാലെ സർക്കാർ കെ മാണിക്ക് സ്മാരകം പണിയാൻ സ്ഥലം അനുവദിക്കുന്നു. അത്തരത്തിലുള്ള സെറ്റിൽമെന്റ് നടത്തുമെന്ന് UDF കരുതുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷന് ഇനി സമയമുണ്ടല്ലോ, അപ്പോഴേ ഒരു തീരുമാനം എത്തും. അതായത് ഇനിയും പ്രതീക്ഷിക്കാം. വാതിൽ തുറന്നിട്ടാണോ UDF-ന്റെ വാതിൽ തുറന്നിട്ടിട്ടാണ്. UDF-മായി സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാവർക്കും UDF-ലേക്ക് വരാം. ഇലക്ഷൻ സ്ട്രാറ്റജി അങ്ങനെയാണല്ലോ. ആ നിലക്ക് ഇനിയും ആളുകൾ UDF-ലേക്ക് വന്നേക്കാം. ഈ ജോസ് കെ മാണിയെ സംബന്ധിച്ച് എവിടെ മത്സരിക്കും എന്നാണ് പ്രധാനപ്പെട്ടത്. പാലയാണ് അവരുടെ ഏറ്റവും പ്രധാന സീറ്റ്. അതിപ്പോൾ മാണി സി കാപ്പൻ കുഞ്ഞാലിക്കുട്ടി അടക്കം കാണുകയും അതിനകത്ത് പാല വിട്ടുകൊടുക്കാൻ കഴിയില്ല നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ജോസ് കെ മാണി അതിനെ അന്വയിപ്പിക്കാൻ സാധ്യത വരികയാണ്? ലീഗിന്റെ ഏതെങ്കിലും പ്രധാന സീറ്റ് വിട്ടു? ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. പിന്നെ മാണി സി കാപ്പൻ കാഷ്വലായിട്ട് കുഞ്ഞാലി സാഹിബിനെ കണ്ടുപോയതാണ്, അല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ടല്ല അവർ സംസാരിച്ചത്. സമയത്തിനിപ്പോൾ നമ്മൾ നിർണായകം അല്ല എന്നൊക്കെ എങ്ങനെ എന്താ പറയുക? ഔദ്യോഗികമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴും അനൗദ്യോഗികമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടോ? അത് സ്വാഭാവികമാണല്ലോ. ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ കേരളത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച നടത്തിയെന്ന് വരും, കൂടിയാലോചനയൊക്കെ ഉണ്ടായിന്ന് വരും, അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ട് എന്ന് വരും. ആ നിലക്കാണ്. അല്ല, ഔദ്യോഗികമായിട്ടുള്ള ചർച്ച UDF ആരംഭിച്ചിട്ടില്ല. ഒരു പ്രധാന കാര്യം, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഇല്ലെങ്കിലും മികച്ച പ്രകടനമാണ് UDF നടത്തിയത്. പല ആളുകൾ ചോദിക്കുന്നു, പിന്നെ എന്തിനാണ് മാണി ഇങ്ങനെ വിളിച്ചു വരുത്താൻ ശ്രമം നടത്തുന്നത് എന്നത്. ആ മുന്നണി വികസനത്തിന്റെ ആവശ്യമുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ? അല്ല, ഞങ്ങളങ്ങനെ ചോദിക്കുന്നില്ല, ഞങ്ങൾക്ക് അഭിപ്രായമില്ല.